പരിശുദ്ധ റമളാനുമായി ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ 3 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. റമളാൻ വരുന്നതിന് മുമ്പ് തന്നെ പാപക്കറകളിൽ നിന്നും ഹൃദയത്തെ ശുദ്ധിയാക്കേണ്ടതുണ്ട്. ഹൃദയങ്ങൾ മലീനസമായ രീതിയിൽ റമളാനിൽ പ്രവേശിക്കുകയാണെങ്കിൽ നന്മകൾ ചെയ്യാനുള്ള ആവേശം ലഭിക്കുന്നതല്ല. ഏതൊരുവന്റെ ഹൃദയം നന്നാവുന്നുവോ അവന്റെ ബാക്കി പ്രവർത്തനങ്ങളും നന്നാവുന്നതാണ്. ഹൃദയം പാപകറകൾ കൊണ്ട് മോശമായി തീരുകയാണെങ്കിൽ ബാക്കി പ്രവർത്തനങ്ങളും അത് കാരണമായി മോശമായി തീരും. അതുകൊണ്ട് ചെയ്ത പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ചവരായ നിലയിൽ പരിശുദ്ധ റമളാനിൽ പ്രവേശിക്കുക. രണ്ടാമതായി, റമളാനിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമെന്ന ഉറച്ച നെയ്യത്ത് ഉദ്ദേശമുണ്ടാവുക. എങ്ങനെ റമളാനിന്റെ സമയം ചിലവഴിക്കണം, എങ്ങനെ റമളാനിൽ ഇബാദത്തുകൾ ചെയ്യണം, എങ്ങനെ റമളാനിൽ അള്ളാഹുവുമായി അടുപ്പമുണ്ടാക്കാം, ഇതിനെ പറ്റിയെല്ലാം നേരത്തെ തന്നെ ചിന്തിക്കുകയും ഇബാദത്തും നന്മകളും ചെയ്യാനുള്ള ഒരു രൂപം റമളാന് മുമ്പ് തന്നെ നാം ഉണ്ടാക്കി വെക്കുകയും ചെയ്യണം. അങ്ങനെ നല്ല നല്ല നെയ്യത്തുകൾ, നല്ല നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം റമളാൻ മാസത്തിൽ പ്രവേശിക്കേണ്ടത്. മൂന്നാമതായി, ഈ നല്ല കാര്യങ്ങൾ ചെയ്യാനും തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാനും ഓരോ സമയവും ഏറ്റവും നല്ല രീതിയിൽ ചിലവഴിക്കാനും അള്ളാഹുവിനോട് തൗഫീക്കിനായി, ഭാഗ്യം ലഭിക്കാനായി ദുആ ചെയ്യേണ്ടതുണ്ട്. കാരണം നന്മ ചെയ്യാൻ എത്ര നല്ല നെയ്യത്തുകൾ വെക്കുകയാണെങ്കിലും എത്ര നല്ല ഉദ്ദേശമുണ്ടെങ്കിലും അതിനുള്ള ഭാഗ്യം ലഭിക്കേണ്ടത് അള്ളാഹുവിൽ നിന്നുമാണ്. അള്ളാഹുവിൽ നിന്നും ഭാഗ്യം ലഭിച്ചാൽ മാത്രമേ റമളാൻ മാസത്തെ നന്മകൾ കൊണ്ട് അലങ്കരിക്കാൻ ഒരാൾക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് റമളാനുമായി ഏറ്റവും അടുത്ത ഈ സന്ദർഭത്തിൽ പശ്ചാത്തപിച്ച് മടങ്ങുക, നല്ല നെയ്യത്തുകൾ വെക്കുക, തൗഫീക്കിനായി അള്ളാഹുവോട് ദുആ ചെയ്യുക.